നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ ഫ്രണ്ട് എന്നുള്ള പോയം പഠിച്ചു, അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കി, ദി ഡോട്ട് എന്നും പറഞ്ഞൊരു കുഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ, കുറേ പിക്ചേഴ്സൊക്കെ ആയിട്ട്. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നോക്കി, നിങ്ങളത് വായിച്ച് നോക്കിയിരുന്നു മക്കളെ, നല്ല രസമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ അതാ നോക്കിയേ, ദി ഡോട്ട്. എന്താണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? ഒരു കുത്ത്, അതാണ് ഡോട്ട് അല്ലേ. ഹിയർ ഈസ് ദി സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ് us see. എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥ. ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉള്ളത്? അവൾക്ക് പടം വരയ്ക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ കഴിയുമെന്ന്? നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ പിക്ചർ നോക്ക്. ദേ നോക്കിയേ, ഒരു ക്ലാസ് റൂമാണ് അല്ലേ. ഒരു കുട്ടി ദേ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നു. എവിടെയാ? ഡെസ്കിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടക്കുക, അവളുടെ ടേബിളിൽ. The art class was over, but Vashti sat glued to her chair. Her paper was blank. ആർട്ട് ക്ലാസ് ആണല്ലേ. എന്താ ആർട്ട് ക്ലാസ്? നമുക്ക് പടം വരയ്ക്കാം, പലതരത്തിലുള്ള ഓരോ മോഡൽസൊക്കെ ഉണ്ടാക്കാം, അതൊക്കെയാണ് ആർട്ട് ക്ലാസ് അല്ലേ. അപ്പോൾ ഇവിടെ ആർട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ വഷ്ടി എന്ന് പറഞ്ഞ കുട്ടി മാത്രം എന്ത് ചെയ്യുന്നില്ല? എഴുന്നേൽക്കുന്നില്ല. ആ കസേരയിൽ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ പേപ്പറിൽ വല്ലതും ഉണ്ടോ? ബ്ലാങ്ക് ആണ്, ഒന്നും വരച്ചിട്ടില്ല. രണ്ടാമത്തെ പിക്ചർ നോക്കൂ. വഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. A polar bear in a snowstorm. She said, "Very funny. I just can't draw," said Vashti. എന്താണ്? ടീച്ചർ വന്ന് ഇങ്ങനെ കുഞ്ഞു നിന്ന് ആ പേപ്പറിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? എന്തിനെ കണ്ടു? ഒരു ധ്രുവക്കരടിയെ, പോളാർ ബെയറിനെ. എന്താ കളറ്? നല്ല വെള്ള മഞ്ഞിൻ്റെ കളറാണ്. അത് എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്? ഒരു സ്നോ സ്റ്റോമിൽ, ഒരു ഹിമപാതം, മഞ്ഞിൻ്റെ കാറ്റത്ത് ഹിമപാതം വന്നിങ്ങനെ വീഴുമ്പോൾ ധ്രുവക്കരടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം വെള്ള കളറാണല്ലേ. ബ്ലാങ്ക് പേപ്പറിൽ ടീച്ചർ എന്താ കണ്ടെത്തിയത്? ആ പിക്ചർ വരച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ശരിക്കും വരച്ചയാണോ? മൊത്തം വെള്ള കളറ് എന്നുള്ള സൂചനയ്ക്ക് വേണ്ടി പറഞ്ഞതാ കേട്ടോ. പോളാർ ബെയർ മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ബെയറിനെ വരയ്ക്കണം. പക്ഷേ പോളാർ ബെയർ എവിടെയാണ് നിൽക്കുന്നേ? മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഹിമപാതത്തിൽ നിൽക്കുന്നു. മഞ്ഞിൻ്റെ കളറല്ലേ നമ്മുടെ പേപ്പറിൻ്റെ കളറ്. അപ്പോൾ ഹിമപാതം കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല? പോളാർ ബെയറിനെ കാണാൻ പറ്റില്ല എന്നുള്ള അർത്ഥം വരും. അപ്പോൾ കുട്ടി വരച്ച പടം കൊള്ളാമെന്ന് ടീച്ചർ പറഞ്ഞു. ശരിക്കും കുട്ടി വരച്ചോ? ഇല്ല, വെള്ള പേപ്പറിനെ കണ്ടിട്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുട്ടി എന്ന് പറയുന്നു, ഫണ്ണി ആയിട്ടുണ്ട്, എനിക്ക് വരയ്ക്കാൻ പറ്റില്ല, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് കുട്ടി പറയുന്നു. ഹർ ടീച്ചർ സ്മൈൽഡ്. ടീച്ചർ ചിരിക്കുന്നു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വെയർ ഇറ്റ് ടേക്സ് യു. എന്താ പറയുന്നത്? ചിരിച്ചുകൊണ്ട് നീ വെറുതെ ഒരു മാർക്ക് നിട്ടേ, എന്തെങ്കിലും ഒന്നിട്ടേ, അപ്പോൾ നീ എവിടെ എത്തും, അല്ലെങ്കിൽ നീ അത് എന്ത് മാറ്റം അതിലുണ്ടാവാൻ പോണേന്ന് നീ ഒന്ന് നോക്കിക്കോ എന്ന് ടീച്ചർ പറയുന്നു. അപ്പോൾ വഷ്ടി എന്ത് ചെയ്യാണ്? ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു മാർക്കർ എടുത്തിട്ട് ആ പേപ്പറിനകത്തേക്ക് ഒരു നല്ലൊരു കുത്തങ്ങ് വെച്ച് കൊടുത്തു. ആര്? വഷ്ടി. ദേർ, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം മക്കളെ, നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? വീഡിയോ ലൈക്ക് ചെയ്തോ? ഒന്ന് ലൈക്ക് ചെയ്തേ. കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഹർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വയറ്റ്ലി സെഡ്, നൗ സൈൻ ഇറ്റ്. എന്താണ്? അപ്പോൾ പേപ്പർ എടുത്തിട്ടൊരു വലിയ കുത്തിട്ട് കൊടുത്തല്ലോ. അപ്പോൾ ടീച്ചർ അതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് എന്താ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? പേപ്പർ വീണ്ടും അവളുടെ നേർക്ക് വെച്ചിട്ട് എന്ത് പറയുക? ഇനി ഒരു സൈൻ ഇട്ടേ, മോൾ അതിലൊന്ന് സൈൻ ചെയ്തേ എന്ന് പറയുന്നു. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. അതെന്തിനാണെന്ന് ഇങ്ങനെ ആലോചിക്കുക. മേ ബി ഐ ക്യാൻ ഡ്രോ ബട്ട് ഐ കാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം.
എന്താണ്? ഓ, എനിക്കൊരു പക്ഷേ പടം വരയ്ക്കാൻ അറിയത്തില്ലായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ ഒപ്പിടാൻ അറിയാം എന്ന് പറയും. The next week, Vashti walked into the art class. She was surprised to see what was hanging above her teacher's desk. It was the little dot she had drawn, her dot, all framed in swirly gold. എന്താ നോക്കിയേ? The next week, അടുത്ത ആഴ്ച, വഷ്ടി walked into the art class. വഷ്ടി എങ്ങോട്ട് പോവുകയാണ്? ആർട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. She was surprised to see what was hanging above her teacher's desk. ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് എന്തോ ഒന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. അത് കണ്ട് സർപ്രൈസ്ഡായി. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ, ഹെർ ഡോട്ട്. എന്താണ്? അവളൊരു കുത്തിട്ടില്ലേ? പടം വരച്ചില്ലേ? വരച്ചതാണോ ശരിക്കും? ഒരു കുത്തിട്ടതല്ലേ? അവൾ വരച്ച കുത്താണ് ടീച്ചർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എങ്ങനെ വെച്ചിരിക്കുന്നു? ഓൾ ഫ്രെയിംഡ് ഇൻ സ്വിർലി ഗോൾഡ്. ഉണ്ടോ? ഭയങ്കരമായിട്ട് സ്വർണം കൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്ത് ചുറ്റി സ്വർണ്ണ ചുഴിക്കകത്തൊക്കെ കാണുന്ന രീതിയിൽ ഒരു നല്ല കുത്ത്. കണ്ടാൽ ഫ്രെയിം ചെയ്ത് മനോഹരമാക്കിയ ചിത്രം. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എന്താണ്? എനിക്കിതിനെക്കാട്ടി നല്ല കുത്തിടാൻ അറിയാം. ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അവൾ എന്ത് ചെയ്തു? അവളുടെ വാട്ടർ കളറൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. എന്ത് വർക്ക്? ഇനി കുത്ത് വരയ്ക്കണ്ടേ? അതിന് വിചാരിക്കുന്നു. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. A red dot, a purple dot, a yellow dot, a blue dot. The blue mixed with the yellow. She discovered that she could make a green dot. Vashti kept experimenting with lots of little dots in many colors. എന്താണ്? എനിക്ക് കുത്ത് നന്നായിട്ട് ഇടാൻ അറിയാം, ഇതിലും നന്നായിട്ട് ഞാൻ കുത്തിൻ്റെ പടം വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും 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 വരയ്ക്കുന്നു. എന്തൊക്കെ വരച്ചു? റെഡ് കളറിലുള്ള കുത്ത്, പർപ്പിൾ കളറ്, യെല്ലോ, ബ്ലൂ, പിന്നെ ബ്ലൂ യെല്ലോവും കൂടെ മിക്സ് ചെയ്ത്, പിന്നെ പച്ച എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പഠിച്ച്, അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി പല കുത്തുകളൊക്കെ പല കളറിലൊക്കെ അങ്ങ് ഉണ്ടാക്കി. If I can make little dots, I can make big dots too. എന്താണ്? എനിക്കിങ്ങനെ കൊച്ചു കുത്തൊക്കെ ഇടാൻ അറിയാമെങ്കിൽ എനിക്ക് വലിയ കുത്ത് വരയ്ക്കാൻ പറ്റുമായിരിക്കും. Vashti splashed her colors with a bigger brush on a bigger paper to make bigger dots. അപ്പോൾ വലിയ കുത്ത് വരയ്ക്കണമെങ്കിൽ കുഞ്ഞിത് വെച്ച് പറ്റുമോ? അപ്പം കളറൊക്കെ ഇങ്ങോട്ട് എടുത്ത് അങ്ങ് തെറിപ്പിച്ചു, തളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? വാട്ടർ കളറൊക്കെ എടുത്തു. എന്നിട്ടൊരു വലിയ ബ്രഷ് എടുത്തിട്ട് ഒരു വലിയ പേപ്പറും എടുത്തിട്ട് ബിഗർ ഡോട്ട്സ് വരയ്ക്കാൻ പോവുക. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. പെയിൻറ്റ് ചെയ്യാത്ത രീതിയിൽ പോലും ഇങ്ങനെ വരച്ച് ഡോട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നമ്മൾ സാധാരണ വട്ടം വരച്ചിട്ട് അതിനകത്ത് പെയിൻറ്റ് ചെയ്യില്ലേ? അങ്ങനെയല്ല, വലിയ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ ഒരു വലിയ ഡോട്ടായി. ആ രീതിക്ക് പടം വരയ്ക്കാനും പറ്റും. At the school art show a few weeks later, Vashti's dots make quite a splash. കണ്ടോ? ഇനി സ്കൂൾ ആർട്ട് ഷോ ഉണ്ട്. അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ആർട്ട് ഷോയിൽ വഷ്ടിയുടെ ഈ ഡോട്ട്സാണ് ഭയങ്കര പ്രകടനം കാഴ്ചവെച്ചത്. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അറ്റ് ഹർ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ അവളെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ കണ്ടു. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ ഭയങ്കരമായിട്ട് പടം വരയ്ക്കുന്നൊരു കുട്ടി തന്നെ. ഐ വിഷ് ഐ കുഡ് ഡ്രോ. എനിക്ക് പറഞ്ഞ് പടം വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹി സെറ്റ്. ഐ ബെറ്റ് യു ക്യാൻ. ഞാൻ പറയുന്നു, ഞാൻ ബെറ്റ് വയ്ക്കുന്നു, നിന്നെ കൊണ്ട് പറ്റും. സെറ്റ് വഷ്ടി. വഷ്ടി പറയുക, നീ? എനിക്കോ? നോ, നോട്ട് ഐ കാണ്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു സ്കെയിൽ വെച്ചിട്ട് പോലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റാത്ത ഞാനോ പടം വരയ്ക്കാനോ എന്ന് ചോദിക്കുക. വഷ്ടി സ്മൈൽഡ്. വഷ്ടി ചിരിച്ചിട്ട് എന്ത് പറയുന്നു? ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു വെള്ള പേപ്പർ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്ത്? ഷോ മീ. ദ ബോയ്സ് പെൻസിൽ ഷൂക്ക് ആസ് ഹി ഡ്രോ ഹിസ് ലൈൻ. ഉണ്ടാവും പടം വരയ്ക്കുമ്പോൾ ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു കറക്റ്റ് ലൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാൽ അതൊന്ന് കാണിച്ചേ എന്നാണ് ആര് പറഞ്ഞത്? വഷ്ടി പറഞ്ഞത്. അപ്പോൾ അവനൊരു വരച്ചൊരെണ്ണം വരച്ചു. വഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ്സ് സ്വിഗിൾ. അപ്പം വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള വരയ്ക്കാണ് സ്വിഗിൾ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ആ സ്ക്വിഗിൾ എന്ത് ചെയ്തു?
ആ വഷ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്കിഡിൽ എന്താണ് വളഞ്ഞ് പൊളഞ്ഞ വര അതിനിങ്ങനെ സ്റ്റെയർ ചെയ്തു, തുറിച്ച് നോക്കി നിൽക്കുകയാണ്. ആൻഡ് ദെൻ ഷി സെഡ്, എന്നിട്ട് എന്ത് പറഞ്ഞു? സൈൻ ഇറ്റ്, നീ ഇതിലൊന്ന് സൈൻ ചെയ്തേ. എൻ്റെ ഒരു കുത്ത് ഇത്ര അടിപൊളിയാക്കി എന്നെ വലിയ കലാകാരിയാക്കാമെങ്കിൽ ഈ വളഞ്ഞ് പൊളഞ്ഞ വരയൊക്കെ എങ്ങോട്ട് വരച്ചാൽ നിന്നെ വലിയ കലാകാരനാക്കാൻ പറ്റും അല്ലേ? പറ്റില്ലേ? പറ്റും. അതുകൊണ്ട് എന്ത് പറഞ്ഞു? നീ ഒന്ന് വരച്ചേ, എന്നിട്ട് നീ അതിനകത്തോട്ടൊന്ന് ഒപ്പിട്ടേ എന്ന് പറഞ്ഞു. ഇനി അവൻ അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി എന്താവും? അവനങ്ങ് ഫേമസ് ആവും അല്ലേ? ഫേമസ് ആകും. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ കേട്ടോ, കുഞ്ഞത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തരുന്നില്ല, എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് തരാം. അല്ലെങ്കിൽ നിങ്ങളത് കാണില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എവിടെയെന്ന് ചോദിക്കും, പിന്നെ ഈ ചാപ്റ്റർ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് തൊട്ട് പുറകെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്, ഉടനെ ഇടും കേട്ടോ. അപ്പം മിടുക്കരായിട്ട് പഠിക്കണേ. ചോദ്യോത്തരങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ മക്കൾ. അപ്പോൾ ശരി, അപ്പം അടുത്ത വീഡിയോ ഉടനെ ഇടാം. അപ്പം മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.